ഈ പൊറോട്ട എന്നും പറഞ്ഞ് എന്തൊരു ഹരമാണ് മലയാളികൾക്കല്ലേ. വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ പൊറോട്ടയും ബീഫ് ഫ്രൈയും. ഇനിയും പൊറോട്ട കഴിക്കാൻ പുറത്തു പോകേണ്ട, വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. ചോറ് ബാക്കിയുണ്ടെങ്കിൽ അതിനോടൊപ്പം മുട്ടയും ചേർത്ത് നല്ല അടിപൊളി പൊറോട്ട വീട്ടിലുണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. 2 മുട്ടയും അതുപോലെ തന്നെ 2 കപ്പ് ചോറുമാണ്. ഇത് 250 ml 2 കപ്പാണ് ചോറ്. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം ആദ്യം. അപ്പോൾ നമുക്ക് അരയ്ക്കാനായിട്ടുള്ള ചോറ് ഇതിനകത്തിടാം. ഇതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട ഉണ്ടല്ലോ, കഴുകിയിട്ട് വേണം എപ്പോഴും ഉപയോഗിക്കാൻ. അപ്പോൾ 1 കപ്പിന് 1 മുട്ട എന്നുള്ളതാണ് കണക്ക്. ഇതിലേക്കൊരല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. നമുക്കൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ട ചേർക്കുന്നതുകൊണ്ട് പൊറോട്ടയ്ക്ക് നല്ലൊരു കളർ വരും, സോഫ്റ്റാകും, ടേസ്റ്റിയാകും, ഹെൽത്തിയുമാകും. പൊറോട്ടക്കാർക്കെല്ലാം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നോക്കണം ഉപ്പ് മതിയോ എന്ന്. ഞാൻ ഓൾ പർപ്പസ് ഫ്ലോറാണ് ചേർക്കുന്നത്, അതല്ലെങ്കിൽ മൈദ ചേർത്താൽ മതി. ഇനി ഗോതമ്പ് പൊടി ചേർത്താലും മതി, പക്ഷേ ഗോതമ്പ് പൊടി ചേർത്താൽ അത്രയും സോഫ്റ്റ് ആകത്തില്ലായിരിക്കും എന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്കിനി മൈദ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിക്കാവുമ്പോൾ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. എണ്ണയോ നെയ്യും കൂടി ഇതിനോട് ചേർക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ചേർക്കുന്നത്. ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ നമ്മൾ പിന്നെ അടുത്ത സെറ്റ് ഓഫ് മൈദ ഇടാവൂ. ഇതിന് ഇനിയും മൈദ ഇടുന്നത് സൂക്ഷിച്ച് വേണം. ഞാൻ കുറേശ്ശെ ഇട്ട് കുഴച്ച് നോക്കാം. ടൈറ്റ് ആകുന്നതനുസരിച്ച് അടുത്ത സെറ്റ് ഓഫ് പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇത് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചോറും അരയ്ക്കുന്നത് കൊണ്ട് ഇത് ഓൾറെഡി സോഫ്റ്റാകും. നമ്മളിങ്ങനെ പൊറോട്ട വീശാനൊന്നും നിൽക്കണ്ട. അതൊക്കെ ഭയങ്കര പരിപാടിയാണല്ലേ, ഭയങ്കര കലാപരിപാടികളാണ്. അതൊന്നും അറിയണ്ട, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം. ഏതായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉരുട്ടിയതൊക്കെ അല്ലേ, ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ പകുതി എടുത്ത് ഉരുട്ടാൻ പോവാണ്, പരത്താൻ പോവാണ്. നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മയപ്പെടുത്തി എടുക്കുകയാണ്. ആകുന്നത്രയും കൈ കൊണ്ട് പരത്തി കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ അതുകൊണ്ട് പരത്തിയാൽ മതി. അപ്പോൾ ഞാനിത് പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നല്ലതുപോലെ ഒന്ന് എണ്ണ ചേർക്കണം. അപ്പം ഞാൻ നെയ്യാണ് തേക്കുന്നത് ഇതിനകത്ത്. ഇനി ഇത് നമുക്കിവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഓരോരോ സ്ട്രിപ്പായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. അതായത് ഇത് വലിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ലോങ് ആകും, കണ്ടോ? ഇങ്ങനെ ലോങ് ആയി കിട്ടുമ്പോൾ നമ്മളത് ഇങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ എടുക്കണം. കാണാമല്ലോ അല്ലേ? ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓരോന്ന് റോളായിട്ട് എടുക്കണം. കണ്ടോ? അങ്ങനെ അതെല്ലാം ഓരോരോ സ്ട്രിപ്പായിട്ട് നമ്മളൊന്ന് എടുക്കണം. എന്താ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്ന് പരത്തി കൊടുത്താൽ മതി പിന്നീട് നമ്മുടെ പൊറോട്ടയ്ക്കായിട്ട്. അതിങ്ങനെ വലിക്കുമ്പോൾ നമ്മൾ പൊറോട്ട വീശുന്ന ഇഫക്റ്റാണ് വരുന്നത്. കണ്ടോ, ഇങ്ങനെ വലിക്കുമ്പോൾ. മറ്റേ സൈഡിൽ നെയ്യ് പുരട്ടിയാൽ നല്ലതാണ്. അപ്പം നല്ല സോഫ്റ്റായിട്ട് നമുക്കത് പല ലെയറായിട്ട് കിട്ടും. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് നമ്മൾ ഇങ്ങനെ നകത്തൊന്ന് ലോക്ക് ചെയ്തിട്ട് വേണം അകത്തോട്ടെ നാക്കി വെച്ചിട്ട് വേണം പരത്താൻ. അതല്ലെങ്കിൽ ഇങ്ങനെ എൻഡിൽ അതിങ്ങനെ ഊരിഞ്ഞ് പോരും. എന്നിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ അങ്ങ് പരത്തിയാൽ മതി. നമ്മുടെ പരത്താനും എളുപ്പം. ആ ലെയർ ഇങ്ങനെ കാണുന്നോ, കണ്ടോ? പല ലെയർ നമുക്കിങ്ങനെ കാണാം. സൂപ്പർ പൊറോട്ട വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് ഐഡിയ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ തംസ് അപ്പ് ബട്ടൺ, ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണം. ഇതിപ്പോൾ ഈ പൊറോട്ട ഇങ്ങനെ ലെയറായിട്ട് നമുക്കിതേ കണ്ടോ, ഇങ്ങനെ ലെയറായിട്ട് വരും. ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് സോഫ്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ റെസിപ്പി. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു വിഭവമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.